നൃപൻ നൃപൻ കവടിയാറാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നൃപൻ എങ്ങനെയാണ് അവിടെയും ഈ മോക്ക് പോളിംഗ് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, ഒരു പോളിംഗ് നടക്കുമ്പോൾ അതിന് എല്ലാ വിധത്തിലുമുള്ള സുരക്ഷയും അല്ലെങ്കിൽ എല്ലാ വിധത്തിലുമുള്ള ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ മോക്ക് പോളിംഗ് നടത്തുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ബൂത്തുകളും ഈ പറയുന്ന വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തുകൾ ഇന്നലെ തന്നെ സജ്ജീകരിച്ചതാണ്. ഇന്ന് രാവിലെ തന്നെ ഉദ്യോഗസ്ഥരൊപ്പം തന്നെ അതാത് പാർട്ടികളുടെ ഇന്നേജന്റുമാരും ബൂത്തുകൾ എത്തിച്ചേർന്നു. നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതോടെ നമ്മൾ നിൽക്കുന്നത് കവടിയാർ 25ാമത്തെ വാർഡാണ്. കവടിയാറിലെ 3ാമത്തെ ബൂത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ജവഹർ നഗറിലെ ഈ സ്കൂളിൽ തന്നെ 4 ബൂത്തുകളുണ്ട്. തൊട്ടടുത്ത് ടെമ്പിൾ സ്കൂളിലെ ഒരു ബൂത്ത് കൂടി കണക്കാക്കുകയാണെങ്കിൽ ആകെ കവടിയാർ വാർഡിൽ ഉള്ളത് 5 ബൂത്തുകളാണ്. ഇപ്പോൾ നമുക്ക് ഈ പുറത്ത് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ സ്ഥാനാർത്ഥികളുടെ ആകെ ഈ വിവരങ്ങൾ ഇവിടെ ഉണ്ട്. കവടിയാർ വാർഡ്, തിരുവനന്തപുരം നഗരസഭ, ഓരോ സ്ഥാനാർത്ഥികൾ: ഒന്ന് എസ് മധുസൂദനൻ നായർ, അഡ്വക്കേറ്റ് KS ശബരിനാഥ് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ ചിഹ്നം, അതായത് എസ് മധുസൂദനൻ നായരുടെ ചിഹ്നമായിട്ടുള്ള താമര, അഡ്വക്കേറ്റ് KS ശബരിനാഥൻ കയ്യടയാളം, സന്തോഷ് കുമാർ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, കുടയാണ് ചിഹ്നം, സുനിൽകുമാർ ചുറ്റിക അരിവാളും നക്ഷത്രവും, ഇതാണ് LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നം. 5 സ്ഥാനാർത്ഥികളാണ്. ITO സുരേന്ദ്രൻ എന്ന തയ്യൽ മെഷീൻ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. അങ്ങനെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതനുസരിച്ചാണ് ഇതേ ക്രമത്തിലാണ് നമ്മൾ EVM മെഷീനിലും വോട്ട് ചെയ്യാനുള്ള അതേ ക്രമീകരണം, അതേ നമ്പർ 1, 2, 3, 4, 5 എന്ന ക്രമീകരണം അനുസരിച്ച് ഇതുപോലെ നഗരസഭയിലെ മുഴുവൻ ബൂത്തുകളിൽ ഇവിടെ 6500-നും 7000-നും അടുത്ത് വോട്ടാണ് ഈ ആകെ ഈ വാർഡിൽ ഉള്ളത്. ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് ആദ്യം തന്നെ നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ മോക്ക് പോളിങ്ങിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ നിമിഷം കാണാം. ആദ്യം മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ഇന്നേജന്റുമാർ അവർ വോട്ട് രേഖപ്പെടുത്തുന്നു. അങ്ങനെ 3 തവണ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അതിൻ്റെ ടോട്ടൽ കണക്കാക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇന്നേജന്റുമാരും അവരുടെ അതാത് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ഇന്നേജന്റുമാരുമാണ് ഇവിടെ ആകെ ഉള്ളത്. അവർ അത് ടോട്ടൽ വോട്ട് പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ നിമിഷം കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ടോട്ടൽ വോട്ട് പരിശോധിച്ച ശേഷം അതാത് ചിഹ്നത്തിൽ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം അവരെ തന്നെ ബോധ്യപ്പെടുത്തി. EVM മെഷീൻ കുറ്റമറ്റതാണെന്ന് ബോധ്യപ്പെടുത്തി അതിനുശേഷമാണ് സീൽ ചെയ്ത് വോട്ടിംഗ് നടപടികൾ കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുക. 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, ഇലക്ഷൻ കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാർഡ്, ഒപ്പം തന്നെ ആധാർ കാർഡ്, ഏതെങ്കിലും ബാങ്കുകളുടെ ഫോട്ടോ പതിച്ച കാർഡുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, അത്തരത്തിലുള്ള ഏത് രേഖകളും വോട്ടർമാർക്ക് രേഖയായി ഉപയോഗിക്കാം. അതനുസരിച്ചായിരിക്കും വോട്ടിംഗ് നടപടികൾ പുരോഗമിക്കുക. കൃത്യം 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ബൂത്തിൽ വോട്ടർമാരൊന്നും ഇപ്പോൾ എത്തിച്ചേർത്തില്ല. കാരണം 6:10 ആയിട്ടുള്ളൂ. 7 മണിക്കാണ് വോട്ട് നടപടികൾ ആരംഭിക്കുക. വോട്ട് ചെയ്യാനുള്ള സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ള അവസരം ലഭിക്കുക. അതനുസരിച്ചായിരിക്കും. ഇപ്പോൾ നമ്മൾ കവടിയാർ വാർഡ് എന്ന് പറയുമ്പോൾ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു വാർഡാണ്. ഈ പ്രധാനപ്പെട്ട ഈ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരും സാംസ്കാരിക രംഗത്തുള്ളവരും സിനിമാ രംഗത്തുള്ളവരും ഒക്കെ തന്നെ താമസിക്കുന്നൊരു പ്രദേശമാണ് കവടിയാർ വാർഡ്. അതുകൊണ്ട് ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ, ചലച്ചിത്ര രംഗത്തെ മണിയമ്പിള്ള രാജു, ചലച്ചിത്ര നടിയായിട്ടുള്ള ചിപ്പി തുടങ്ങിയവരെല്ലാം വോട്ട് രേഖപ്പെടുത്തുന്നത് ഈ കവടിയാർ വാർഡിലെ വിവിധ ബൂത്തുകളിലാണ്. BJPയുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് അംഗവും BJPയുടെ ദേശീയ നേതാവൊക്കെ ആയിരുന്ന രാജഗോപാൽ ഇതേ കവടിയാർ വാർഡിലെ വോട്ടറാണ്. അദ്ദേഹം തൊട്ട് അടുത്തുള്ള ടെമ്പിൾ സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക. ബൂത്ത് നമ്പർ 5-ലെ വോട്ടറാണ്. അങ്ങനെ ഈ പ്രദേശത്തെ തലസ്ഥാന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു ഒരു വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് UDFിൻ്റെ അവർ മുന്നോട്ട് വയ്ക്കുന്ന മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കുന്ന ശബരിനാഥൻ മത്സരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. ഈ വാർഡിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ
LDFിൻ്റെ സ്ഥാനാർത്ഥി ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ സുനിൽകുമാർ മുൻപ് ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അതിനുശേഷമാണ് ഇത് ആദ്യഘട്ടത്തിൽ BJP പിടിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു പിടിക്കുകയും ചെയ്തത്. ഇതിപ്പോൾ BJP UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെയാണ് ശബരിനാഥൻ മത്സരിക്കുന്നത്. ശബരിനാഥൻ ഈ ബൂത്തിൽ, ഈ കവടിയാർ ബൂത്തിലല്ല, കവടിയാർ വാർഡിലെ വോട്ടർ. അദ്ദേഹം ശാസ്തമംഗലം വാർഡിലെ വോട്ടറാണ്. പക്ഷേ സുനിൽകുമാർ, LDFിൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറെ, ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സുനിൽകുമാർ ഇതേ വാർഡിലെ തന്നെ വോട്ടറും ഇതേ വാർഡിലെ സ്ഥാനാർത്ഥിയും എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പൊതുചിത്രം കൂടി നമ്മൾ പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 73 ഗ്രാമപഞ്ചായത്തുകളും 11 ബ്ലോക്ക് പഞ്ചായത്ത്, 4 മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അടങ്ങുന്നതാണ് തലസ്ഥാന ജില്ലയുടെ ആകെ കണക്ക്. 2020 തെരഞ്ഞെടുപ്പിൽ 73 പഞ്ചായത്തുകളിൽ 52 LDF ആയിരുന്നു, 18 UDFും 2 BJPക്കുമാണ് ലഭിച്ചത്. കാരോട് പഞ്ചായത്ത് ഭരണപ്രതിസന്ധിയിലായി, ആർക്കും ഭൂരിപക്ഷമില്ലാതെ ഒരു ഇത് വന്നു. മറ്റ് പഞ്ചായത്തുകളുടെ പൊതുചിത്രം LDFിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും. ആകെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ 11 ഡിവിഷനിൽ 10 ഡിവിഷനും LDF ആണ് ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് LDF അധികാരത്തിൽ വന്നത്. തലസ്ഥാന നഗരസഭയിൽ 53 സീറ്റുമായി LDF അധികാരത്തിൽ വന്നു. അവസാനം BJPയിൽ നിന്ന് ഒരു സീറ്റ് കൂടി തിരിച്ചു പിടിച്ചു. അങ്ങനെ 54 സീറ്റാണ് LDFിന് ലഭിച്ചത്. 34 സീറ്റോടുകൂടി BJP പ്രതിപക്ഷത്ത് ഉണ്ട്. അവർ വിജയിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റായിരുന്നു. ഒരു സീറ്റ് അവർക്ക് രണ്ടാമത് നഷ്ടമായി. 10 സീറ്റ് മാത്രം, കേവലം 10 സീറ്റ് മാത്രമാണ് UDFിനുള്ളത്. ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തിയാക്കി തലസ്ഥാന നഗരസഭയിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കും എന്നതായിരുന്നു UDFിൻ്റെ അവകാശവാദം. അത് വലിയ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു വീറും വാശിയും ഒക്കെ തന്നെ നഗരസഭയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വീറും വാശിയുമുള്ള പോരാട്ടമാണ് തലസ്ഥാന ജില്ലയിൽ നടക്കുന്നത്. ഭദ്ര.